ഒഡീഷയിലും BJP പ്രതിഷേധം ഇരന്നു വാങ്ങിയിരിക്കുന്നു. നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്നത് കൂടിയപ്പോൾ നേതാവിന് കിട്ടിയത് 8ന്റെ പണി തന്നെയാണ്. അതായത് ഭഗവാൻ ജഗന്നാഥൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭക്തനാണെന്ന പരാമർശത്തിൽ കുരുക്കിലായ BJP ദേശീയ വക്താവ് സംബിത് പത്ര പണിപാളുമെന്നുറപ്പായതോടെ മാപ്പിരക്കുകയാണ് ജനങ്ങളുടെ മുന്നിൽ. വിവിധ കോണുകളിൽ നിന്ന് വിമർശനം ഉയർന്നതോടെ സംബിത് പത്രയ്ക്ക് മാപ്പ് പറയേണ്ടി വന്നു. എന്നിട്ടും ഒഡീഷയിലെ ജനങ്ങൾ മാപ്പ് നൽകാൻ തയ്യാറായിട്ടില്ല. നരേന്ദ്രമോദിക്ക് എന്തെങ്കിലും പ്രതിബദ്ധതയുണ്ടെങ്കിൽ സംബിത് പത്രയെ പുറത്താക്കി മാതൃക കാട്ടണമെന്നാണ് ഒഡീഷ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഒഡീഷയിലെ പുരിയിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ ജഗന്നാഥ ഭഗവാനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭക്തനെന്ന് സംബിത് പത്ര വിശേഷിപ്പിച്ചത്. പ്രസ്താവന അബദ്ധത്തിൽ പറ്റിയതാണെന്നാണ് സംബിത് പത്ര പിന്നീട് പറഞ്ഞത്. തനിക്ക് അബദ്ധം പറ്റിയതാണെന്നും താൻ ഉദ്ദേശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭഗവാൻ ജഗന്നാഥൻ്റെ വലിയ ഭക്തനാണെന്നതാണെന്നും മലക്കമറിഞ്ഞെങ്കിലും പ്രയോജനമുണ്ടായില്ല. ജനരോഷം ഭയന്നതോടെ BJPക്ക് കെട്ടിവച്ച കാശുപോലും ഒഡീഷയിൽ കിട്ടില്ലെന്ന ഉറപ്പായി തൻ്റെ പ്രസ്താവന ലക്ഷക്കണക്കിന് ഭക്തരെ വേദനിപ്പിച്ചതായി മനസ്സിലാക്കുന്നുവെന്നും ഭഗവാൻ ജഗന്നാഥനോടുള്ള പ്രായച്ചിത്തമായി ഇനി 3 ദിവസം വ്രതമെടുക്കുമെന്നും സംബിത് പത്രയ്ക്ക് പറയേണ്ടി വന്നു. ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് ഉൾപ്പെടെയുള്ളവർ സംബിത് പത്രയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയതോടെയാണ് കളി മാറിയത്. ഇത്തരം പരാമർശങ്ങൾ മഹാപ്രഭു ജഗന്നാഥൻ്റെ പവിത്രതയെ അവഹേളിക്കുന്നതാണ്. ദശലക്ഷക്കണക്കിന് ഭക്തരുടെ വികാരത്തെ അത് വ്രണപ്പെടുത്തുന്നുവെന്നും നവീൻ പട്നായിക് പറഞ്ഞു. രാഷ്ട്രീയ വ്യവഹാരത്തിലേക്ക് ദൈവത്തെ വലിച്ചിഴക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും നവീൻ പട്നായിക് BJPയോട് ആവശ്യപ്പെടുകയും ചെയ്തു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയും സംബിത് പത്രയ്ക്കെതിരെ ശക്തമായി രംഗത്തെത്തി. അധികാരത്തിൻ്റെ ലഹരിയിൽ BJP ദൈവങ്ങളെ പോലും വെറുതെ വിടുന്നില്ല എന്നായിരുന്നു ഖർഗെയുടെ പ്രതികരണം. അങ്ങനെ ഈ രാജ്യം തന്നെ തനിക്കെതിരാകുമെന്ന് ഉറപ്പിച്ചതോടെ മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടുകയാണ് BJPയുടെ മുതിർന്ന നേതാവ് ചെയ്തത്. മാത്രമല്ല ഒറ്റൊരു BJP നേതാവും ഇതിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നതും അതിൻ്റെ ഗൗരവം ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്. അദ്ദേഹം ഈ പരാമർശം നടത്തിയ ദിവസം ഒഡീഷയിലെ 5 സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു. മാത്രമല്ല ഇനി 12 സീറ്റുകളിൽ, ആകെയുള്ള 21 സീറ്റുകളിൽ ഇനി 12 സീറ്റുകളിൽ കൂടി 6ഉം 7ഉം ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോഴാണ് നേതാവിൻ്റെ ഈ പരാമർശം വന്നത്. ഇതോടെ ഭയന്ന് വിറച്ച BJP തന്നെ മാപ്പ് മാത്രമേ വഴിയുള്ളൂ എന്ന് നേതാവിനെ അറിയിച്ചത്. എന്നാൽ സംബിത് പത്ര മാപ്പിരക്കുന്നതോടൊപ്പം ജഗന്നാഥൻ്റെ പ്രാർത്ഥനയിൽ വ്രതമനുഷ്ഠിക്കാനും തീരുമാനിച്ചിരിക്കുന്നു. ഏതായാലും കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ഒക്കെ വളരെ മോശമായി പലവട്ടം പറഞ്ഞ വ്യക്തിയാണ് ഈ സംബിത് പത്ര. എന്നാൽ ഇപ്പോൾ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ വ്രതം തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇത്രയും മോശമായി ഭഗവാനെ ചിത്രീകരിച്ച BJPയുടെ സമ്പൂർണ്ണ പതനമാണ് ഒഡീഷയിലെ ഹൈന്ദവ വിശ്വാസികൾ ലക്ഷ്യം വെക്കുന്നതാണ് എന്ന് വാർത്തകൾ വരുന്നു.